നമ്മൾ ജമാ മസ്ജിദിന് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഓട്ടോ അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ അബ്ദുൾ റഹീം ഖാൻ എന്ന് പറയുന്ന ഒരു ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിയുടെ മക്ബറയാണ് എൻ്റെ പുറയിൽ കാണുന്നത്. ഇവിടെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അത് ക്ലോസ് ചെയ്യും. ഇപ്പോൾ സമയം 7 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്ത്, അതായത് ഗേറ്റിന് പുറത്ത് നിന്നുകൊണ്ടാണ് അത് കാണുന്നത്. പുറത്ത് നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. ഭയങ്കര രസമാണ് കേട്ടോ. ഒരു ചെറിയ നല്ല ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഒരു പിങ്ക് കളറിൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് പകൽ നാളെ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് കാണാം. ഇപ്പോൾ നമ്മളിങ്ങനെ ജമാ മസ്ജിദിലേക്ക് പോവാണ്. ഓട്ടോ ഫ്രണ്ടിൽ വെയിറ്റിങ്ങിലാണ്. ജമാ മസ്ജിദിലേക്ക് പോകുന്ന വഴിക്ക് നമ്മൾ ഓട്ടോക്കാരന് ഒരു എക്സ്ട്രാ ഒരു 200 രൂപ കൂട്ടി കൊടുത്ത് അങ്ങേരെ നമ്മൾ ഇങ്ങോട്ട് റൂട്ട് തിരിച്ചതാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ ഗേറ്റ് ഒരു സൈഡിലും ഒരു സൈഡിൽ രാഷ്ട്രപതി ഭവനാണ്. അപ്പോൾ അറിയാലോ റിപ്പബ്ലിക് ഡേ ഒക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണ്, ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. നമുക്കിങ്ങനെ വെളിയിൽ പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കാണാനേ പറ്റത്തുള്ളൂ. നമുക്ക് അകത്തോട്ട് ഇപ്പോൾ പ്രവേശിക്കാൻ പറ്റില്ല. എൻ്റെ ഈ സൈഡിൽ കാണുന്നത് ഇന്ത്യ ഗേറ്റ് ആണ്, ഇപ്പുറത്ത് രാഷ്ട്രപതി ഭവനാണ്. അപ്പോൾ ഇവിടെ നല്ല പോലീസൊക്കെ ഇങ്ങനെ കാവൽ നിൽക്കുന്നുണ്ട് ഈ സൈഡിലായിട്ട്. നമുക്ക് ജസ്റ്റ് ഫോട്ടോസ് എടുക്കാം. നൈറ്റിൽ നമുക്ക് ആ ഒരു വ്യൂ ഒക്കെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി നമ്മളിവിടെ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് നമുക്ക് അങ്ങനെ ജമാ മസ്ജിദിന് അങ്ങോട്ട് പോവാം. എന്തായാലും നമ്മൾ ഡൽഹി വരെ വന്നിട്ട് ഈ രാഷ്ട്രപതി ഭവനും അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യ ഗേറ്റും കാണാണ്ടേ പോകുന്നത് ഒരു വലിയ മിസ്സിങ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ മെയിൻ റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ കുറേ ഓട്ടോ ടാക്സി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോലീസൊക്കെ ഉണ്ട് ഇവിടെ. 26 ജാനുവരി റിപ്പബ്ലിക് ഡേ ആവാറായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവിടെ. ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട്. സോ നമുക്ക് ഇന്ത്യ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാം. ഓക്കെ, ഇന്ത്യ ഗേറ്റിൻ്റെ ഒരു എൻട്രൻസിലാണ്. ഇവിടെ നമുക്ക് ഒത്തിരി അങ്ങ് വ്യൂ ചെയ്ത് കാണാനൊന്നും പറ്റില്ല. ഇവിടെ മൊത്തം ക്ലോസ്ഡ് ആണ്, ലോക്കാണ്. നമുക്ക് ഡേ ടൈം വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വ്യൂവിൽ കാണാം. बादशाह के ज़माने का. इधर फिरोशा का स्टेडियम, फुटबॉल स्टेडियम, क्रिकेट और फुटबॉल. ओह नाइस. राजीव गांधी वो अलग है. क्रिकेट स्टेडियम राजीव गांधी. ओह नाइस स्टेडियम. मेरा नंबर ले लो. ഞങ്ങളങ്ങനെ ജമാ മസ്ജിദിൻ്റെ അവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ്. ഒന്നും പറയണ്ട, നല്ല വിശപ്പുണ്ട്. ഇന്ന് രാവിലെ തൊട്ട് പട്ടിണിയാണ്. ട്രെയിൻ പിടിച്ചിടലും മധുര വരെ പോയി അവിടുന്ന് റിട്ടേൺ വരലും ആഗ്ര കാണാൻ പോയി, അത് കാണാൻ പറ്റിയില്ല. അങ്ങനെ കുറേ ടെൻഷനും വിശപ്പും എല്ലാം കൂടിയായി. നേരെ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. അവിടുന്ന് ഓട്ടോ പിടിച്ച് 300 കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ അതൊരു അധിക ചാർജായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഓട്ടോ ഡ്രൈവർ നമ്മളെ വേറെയും 1-2 സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നു. നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. കുറേ നല്ല സ്പോട്ടുകളൊക്കെ ആൾ പറഞ്ഞു തന്നു. അപ്പോൾ നമ്മൾ ഡൽഹി വരുന്ന ഏതൊരു, പ്രത്യേകിച്ച് ഒരു മലയാളി, ഇവിടെ ഈ ഒരു സ്ട്രീറ്റ് ഒരിക്കലും മിസ്സാക്കാൻ സാധ്യതയില്ല. അത്രത്തോളം സ്ട്രീറ്റ് ഫുഡുകളും ഇവിടുത്തെ തിരക്കും ഒക്കെ, അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു കിടിലൻ സ്പോട്ടാണ് ജമാ മസ്ജിദ്. അപ്പോൾ ഇവിടുത്തെ 2-3 സ്ട്രീറ്റ് ഫുഡ് സ്പോട്ടുകളൊക്കെ ഞാൻ ഓൾറെഡി ഡൽഹിയിലോട്ട് വരുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഖുറൈഷി കബാബ്, പിന്നെ ഇവിടെ 1-2 നല്ല ബിരിയാണി സ്പോട്ടുകളും, അതുപോലെ മുഹബ്ബത്ത് കാ സർബത്ത്, ഇതൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ശരിക്കും അത്ഭുതപ്പെട്ടു. എന്തുമാത്രം ക്രൗഡഡാണ് ഇവിടെ ഈ ഏരിയ. ഭയങ്കര വണ്ടികളും ഒച്ചപ്പാടും ബഹളവും തിക്കും തിരക്കും, ഭയങ്കര ഒരു രസമാണ്. ഇവർ ഈ ഒരു ഏരിയയിൽ ഇവർ ലൈഫ് സ്റ്റൈൽ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും അന്തം വിട്ടു പോകും കേട്ടോ.
നമ്മളൊക്കെ ഏത് സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ചിന്തിച്ചു പോവും. അത്രയും ഭയങ്കര തിരക്ക് പിടിച്ച ലൈഫാണ്. ആർക്കും ടൈമിംഗ് ഇല്ല. വണ്ടികളൊക്കെ അടുത്ത് കൂടെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും പാഞ്ഞു വരുന്നത് പോലെ തോന്നും. പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ വെറൈറ്റി ഷോപ്പുകളുണ്ട് കേട്ടോ. കബാബ്, ഫ്രൈഡ് ചിക്കൻ, അതുപോലെ കാശ്മീരി ടീ, ഇറാനി ടീ കിട്ടുന്ന സ്പോട്ടുകൾ, റൊട്ടി, വെറൈറ്റി റൊട്ടികൾ. ഞങ്ങൾ ഇവിടുന്ന് 1-2 വെറൈറ്റി കബാബും മുഹബത്ത് കാ സർബത്തൊക്കെ 1-2 സ്പോട്ടിൽ നിന്നൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. അടിപൊളിയാണ്. ബിരിയാണിയൊക്കെ കഴിച്ചു. 1-2 നല്ല ബിരിയാണി സ്പോട്ടുകളൊക്കെ കണ്ടുപിടിച്ച് അവിടെ ചെന്ന് ബിരിയാണിയൊക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറ്റി. ആ ഒരു ആഗ്ര താജ്മഹൽ കാണാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമമൊക്കെ അങ്ങ് മാറിക്കിട്ടി. ഇൻഷാ അല്ലാ നമുക്കെന്തായാലും താജ്മഹൽ നമ്മൾ കണ്ടിട്ട് ഇവിടുന്ന് പോവുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഇവിടെയുള്ള ആ ഒരു ഫുഡ് സ്ട്രീറ്റുകളൊക്കെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുകയാണ്. ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് ജമാ മസ്ജിദ് ഏരിയ എന്നുള്ളത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ 1-2 ഐറ്റംസൊക്കെ അങ്ങനെ പാർസൽ മേടിച്ച് റൂമിൽ ചെന്നിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ജമാ മസ്ജിദിൻ്റെ ഉൾഭാഗത്തേക്കൊന്നും കിടക്കാൻ പറ്റിയില്ല. അവിടെ 6 മണിക്ക് ക്ലോസ് ചെയ്യും. ഇപ്പോൾ ടൈം ഏകദേശം 8-9 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു മാർക്കറ്റ് ഏകദേശം ഒരു 11 മണി 11:30 മണി വരെയൊക്കെ ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ഓപ്പൺ ആയിട്ട് എന്നാണ് പറഞ്ഞു കേട്ടത്. ഈ ഒരു സ്വീറ്റ്സ് ഞാൻ ട്രൈ ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒന്ന് മേടിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരെണ്ണം കൂടെ ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്രൗഡ് കണ്ടില്ലേ, വണ്ടികളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോവുകയാണ്. ഇവിടുത്തെ ടാക്സിയാണ് ഈ കാണുന്നത്. ഈ ഒരു ഏരിയ ഭയങ്കര ക്രൗഡ്. നമ്മളിവിടുന്ന് ജാക്കറ്റും അതുപോലെ തന്നെ ഷൂസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. 500 രൂപയാണ് ഇവിടെ ജാക്കറ്റിന് വിലയുള്ളൂ. നമ്മൾ രാവിലെ ജാക്കറ്റ് മേടിച്ച് 1100 സംതിങ് റേറ്റ് ആയിരുന്നു. ഇത് നമ്മുടെ സ്വന്തം മുഹബത്ത് കാ സർബത്ത്. ഇത് ഇവിടെ കബാബിൻ്റെ തന്നെ ഒരു വലിയ കൗണ്ടർ ഉണ്ട് കേട്ടോ. ഇത് ഇവിടുത്തെ ഫേമസ് കബാബ് സെൻ്ററാണ്. അതുപോലെ തന്നെ ഖുറൈഷി കബാബ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ്. അവിടെ ചെന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ റിട്ടേൺ വരുന്ന സമയത്ത് കയറാമെന്ന് കരുതി. ഇത് നമ്മളെ മുഹബത്ത് കാ സർബത്തിൻ്റെ ഒരു കൗണ്ടറാണ്. ഓൾറെഡി ഞങ്ങൾ ഫ്രണ്ടിൽ നിന്ന് ഒരെണ്ണം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീണ്ടും ഒരു കൗണ്ടറും കൂടെ അവിടെ കണ്ടു. നല്ല മ്യൂസിക്കൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ ആയിട്ട് പുള്ളി അറബി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു വൈബായിരുന്നു. ഈ ഒരു സാധനം ഞാൻ ട്രൈ ചെയ്തു. ഒരെണ്ണം റൂമിലോട്ട് പാർസലും മേടിച്ചിട്ടോ. റൊട്ടിയിൽ തന്നെ സീഡ്സ് അതുണ്ടാക്കുന്നത് കാണാനൊക്കെ ഭയങ്കര രസമാണ്. അവർ ഭയങ്കര അടിപൊളി ഒരു പ്രിപ്പറേഷനാണ്. അതിൻ്റെ സ്വീറ്റാണ് സംഭവം. അതിലിങ്ങനെ ബദാമും കാഷ്യൂ നട്ട്സൊക്കെ വെച്ചിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്ത കുറേ സംഭവങ്ങൾ ഇവിടുന്ന് ട്രൈ ചെയ്തു കേട്ടോ. ഇനി ഇവിടെ വരണമെന്ന് തോന്നി, പോകാൻ തോന്നിയില്ല. കാരണം ഞാനൊരു ഭക്ഷണപ്രാന്തനായതുകൊണ്ട് തന്നെ ഫുഡ് എൻ്റെ വീക്ക്നെസ് ആണ്. അതൊരിക്കലും വിട്ട് കളിക്കാറില്ല. അപ്പോൾ നമ്മളങ്ങനെ ജമാ മസ്ജിദൊക്കെ എക്സ്പ്ലോർ ചെയ്തു. നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. നാളെ നമ്മുടെ മണാലി ട്രിപ്പ് നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഓൾമോസ്റ്റ് മെമ്പേഴ്സും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നാളെ രാവിലെയൊക്കെ എത്തും. കുറേ പേരൊക്കെ എത്തിയിട്ട് അവിടെ തന്നെ റൂമൊക്കെ എടുത്ത് സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീരുന്നില്ല ഈ ഒരു ജമാ മസ്ജിദിൻ്റെ സ്ട്രീറ്റ് ഫുഡുകളും ഇവിടുത്തെ കാഴ്ചകളും തിരക്ക് പിടിച്ച ലൈഫ് സ്റ്റൈലും. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമ്മളതിനെ ഖുറൈഷി കബാബിൻ്റെ ഫ്രണ്ടിൽ തിരിച്ച് വരുമ്പോൾ കയറണം എന്നുള്ള ഒരിതിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണ്. 150 രൂപയ്ക്കാണ് കബാബിന് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു കബാബ്. തിക്കയുണ്ട്, അതുപോലെ കബാബൊക്കെ അടിപൊളിയാണ്. അതിലത്തെ ഒരു ഗ്രേവിയും സംഭവങ്ങളൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ വരുന്നവർ എല്ലാവരും ഈ ഒരു ഖുറൈഷി കബാബിൽ വന്നിട്ട് കബാബൊക്കെ ട്രൈ ചെയ്യുക. അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ടു. ഇതൊക്കെ ഇങ്ങനെ ഓരോരോ വെറൈറ്റി സ്നാക്സുകളൊക്കെയാണ്. ഇതുണ്ടല്ലോ അവിടെയൊക്കെ ഭയങ്കര റഷാണ് ഈ ഒരു ഏരിയയിലൊക്കെ. ചിക്കനൊക്കെ ഇങ്ങനെ മസാല പുരട്ടി ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ്. വലിയ വലിയ ചിക്കനൊക്കെ ഉണ്ട് കണ്ടോ. ഇത് ഫ്രൈഡ് ചിക്കനും ചിക്കൻ ഫ്രൈയും അതേപോലെ തന്നെ കബാബൊക്കെ കിട്ടുന്ന വേറെ കൗണ്ടറാണ്. ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള തൗഫീഖ് ബിരിയാണി. ഇത് ഞാൻ ഓൾറെഡി ഇങ്ങോട്ട് വരുമ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിരിയാണി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. മസാലയൊക്കെ ഇഷ്ടപ്പെട്ടില്ല, എന്തോ ഒരു എനിക്കിഷ്ടപ്പെട്ടില്ല. ചിക്കനൊക്കെ നല്ലതായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ തൗഫീഖ് ബിരിയാണിയൊക്കെ കഴിച്ചു. 1-2 ഐറ്റം പാർസലൊക്കെ മേടിച്ച് ഞങ്ങൾ ഊബർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടുന്ന് തൊട്ടിട്ടാണ് നമ്മൾ ഊബർ കണക്ട് ചെയ്യുന്നത്. ഇതൊരു വെറൈറ്റി ആയിട്ടാട്ടോ. ഒരു മിൽക്കിൽ ബദാമൊക്കെ ഇട്ടിട്ട് മസ്റ്റ് ട്രൈ ആണ്. നല്ലൊരു റീഫ്രഷ്മെൻ്റ് ആണ്. പിന്നെ അതെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഷൂസൊക്കെ 300 രൂപക്കൊക്കെ കിട്ടും കേട്ടോ. ജാക്കറ്റൊക്കെ 500 രൂപയുള്ളൂ. ഞങ്ങൾ കുറേ ബാർഗെയിൻ ചെയ്ത് കുറേ സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്.